ഹായ് ഫ്രണ്ട്സ്, ടെക്പൊടിക്കകളുടെ പുതിയ ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് 50 MB താഴെ കളിക്കാൻ പറ്റിയ, ഓഫ്ലൈനായിട്ട് കളിക്കാൻ പറ്റിയ 5 അടിപൊളി ഗെയിമുകളെ പറ്റിയാണ്. 50 MB എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വളരെ കുറച്ച് സൈസ് മാത്രമേ ഉള്ളൂ. ആ ഒരു സൈസിൽ നിങ്ങൾക്ക് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ്, നല്ല ഗ്രാഫിക്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ 5 ഗെയിമുകളാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ ഒരു ലൈക്ക് ടാർഗറ്റ് എന്ന് ഞാൻ ഫിക്സ് ചെയ്യുകയാണ്. അതായത് നമ്മളുടെ വീഡിയോസൊന്നും ആരും വ്യൂസ് ചെയ്യുന്നില്ല, ആരും ലൈക്ക് തരുന്നില്ല. നിങ്ങളിങ്ങനെ വ്യൂസും ലൈക്കും ഒന്നും ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രയോജനം ഉണ്ടാകില്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാനൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുകയാണ്. 50 ലൈക്കാണ്. 35,000 ലൈക്ക് സബ്സ്ക്രൈബേഴ്സുള്ള ഈ ഒരു യൂട്യൂബർ വെറും 50 ലൈക്ക് ടാർഗറ്റ് വെക്കുന്നതിൻ്റെ കാരണം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മളധികം സമയം കളയുന്നില്ല. നമുക്ക് ഇത്രയും ഞാനിന്ന് പറഞ്ഞ ഈ ടാർഗറ്റ് നിങ്ങൾ ഫുൾഫിൽ ചെയ്ത് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഈ 5 ഇന്നത്തെ ഗെയിംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. എങ്കിൽ മാത്രമേ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ഗെയിമിൻ്റെ പേരാണ് ആസ്ഫാൾട്ട് നിട്രോ. അപ്പോൾ നിങ്ങളൊക്കെ ആസ്ഫാൾട്ട് 9 ലെജൻഡ്, അതായത് നമ്മുടെ 1.7 GB ഉള്ള ആസ്ഫാൾട്ട് 9 ഗെയിമൊക്കെ നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ കളിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ എന്ന് പറയുന്നത് 1.7 GB ഉള്ള ഒരു ഹൈ ഗ്രാഫിക്സ് ഗെയിമാണ്. പക്ഷേ നിങ്ങൾക്കറിയാം, ഈ ഒരു ഗെയിമിൻ്റെ സൈസ് എന്ന് പറയുന്നത് വെറും 38 MB ആണ്. 38 MB നിങ്ങൾക്ക് വളരെ നല്ലൊരു ഗ്രാഫിക്സ് ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചെറിയ ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹൈ ഗ്രാഫിക്സ് തരുന്ന ഒരു ഗെയിം എൻ്റെ അഭിപ്രായത്തിൽ ഇതേ ഉള്ളൂ. വളരെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ്, കാർ റേസിംഗ് ഗെയിമിംഗ് എക്സ്പീരിയൻസ്. ഇതിൻ്റെ ഗ്രാഫിക്സ് നിങ്ങൾക്ക് കണ്ടറിയാൻ തന്നെ നിങ്ങളുടെ 1.7 GB കളിക്കുന്ന ആ ഗെയിമിനോട് കിടപിടിക്കുന്നതൊക്കെ ഗ്രാഫിക്സ് ആണ് വെറും 38 MB ഇവരിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയാണ് ഈ ഗെയിം, കളിച്ചു നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഗെയിമിനെ പറ്റി. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിം ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഗെയിമാണ് ഓട്ടോ തെഫ്റ്റ് ഗാങ്സ്റ്റർ എന്നാണ് രണ്ടാമത്തെ ഗെയിമിൻ്റെ പേര്. 25 MB മാത്രമേ ഉള്ളൂ ഈ ഒരു ഗെയിമിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഈ ഗെയിം നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ താഴെ ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുന്നതായിരിക്കും, അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇതൊരു ഓപ്പൺ വേൾഡ് ഗെയിമാണ്. അതായത് ഇപ്പോഴത്തെ കാലത്ത് നമ്മളെല്ലാവരും ഓപ്പൺ വേൾഡ് ഗെയിമാണ് കളിക്കാനായിട്ട് ഏറെക്കുറെ ആഗ്രഹിക്കുന്നത്. GTA ഒക്കെ പോലുള്ള ഗെയിമുകളാണ് ഇപ്പോൾ നമ്മൾ കൂടുതലും, അങ്ങനത്തെ ഗെയിമുകളാണ്. അതുപോലെ അത്തരത്തിലുള്ള ഒരു ഗെയിമാണ് ഈ ഗാങ്സ്റ്റർ ഓട്ടോ തെഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു 3D ഗെയിം തന്നെയാണിത്. ഇത് വളരെ നല്ലൊരു ഗ്രാഫിക്സ് ആണ് ഈ വെറും 25 MB ഇവരിവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ സാധിക്കും. വളരെ MB ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയ ഫോൺ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിലൊരു ഓപ്പൺ വേൾഡ് ഗെയിം ഈ ഒരു ഗെയിം നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു ഗെയിമാണ്. തീർച്ചയായിട്ടും ഈ ഗെയിം നിങ്ങൾ കളിച്ചു നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഗെയിമിനെ പറ്റി. നമുക്ക് അടുത്ത ഗെയിമിനെ പറ്റി അറിയാം. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് ബ്രോക്കൺ ഡൗൺ 2 ആണ്. 47 MB ആണ് ഇതിൻ്റെ സൈസും. ഇതും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ താഴെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതും അടിപൊളി ഒരു ഹൈ ഗ്രാഫിക്സ് 3D ഗെയിമാണ്. അതായത് നിങ്ങൾക്ക് ഒരു ഷൂട്ടിംഗ് മോൺസ്റ്റർ ഗെയിമാണ്. അതൊരു കുറച്ച് മോൺസ്റ്റേഴ്സൊക്കെ വരും, അവരെ നിങ്ങൾ ഷൂട്ട് ചെയ്ത് ലെവൽ മുമ്പോട്ട് പോകേണ്ട ഒരു ഗെയിം തന്നെയാണ്. വളരെ അടിപൊളി ഗ്രാഫിക്സ് ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു നല്ല എക്സ്പീരിയൻസ്, നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഈ ഒരു ഗെയിമിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ ടൈം പാസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. 47 MB വളരെ നല്ല ഗ്രാഫിക്സ് ഈ ഒരു ഗെയിം ഉണ്ടാക്കി അവർ കൊണ്ടുവരാനായിട്ട് അവർ നോക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഗെയിം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഗെയിമിനെ പറ്റി പറയാനായിട്ട്. നമുക്ക് അടുത്ത ഗെയിം ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ ഗെയിം എന്ന് പറയുന്നത് ലാസ്റ്റ് ഹീറോ എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. അതായത് 40 MB ആണ് ഈ ഒരു ഗെയിമിൻ്റെ സൈസ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ ട്രോയ് എന്ന് പറയുന്നിട്ടൊരു ഇംഗ്ലീഷ് പടം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗെയിമാണിത്. അപ്പോൾ വളരെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഈ ഒരു ഗെയിം നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ ഗെയിം ഉണ്ടാക്കിയ കമ്പനിക്കാർ വളരെ നല്ല ഗ്രാഫിക്സാണ് ഈ 40 MB ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ട്രോയിൽ ബ്രാഡ് പിറ്റിനെക്കാട്ടിലും അല്ലെങ്കിൽ പെർഫോമൻസിലാണ് ഇതിനകത്തിലെ ഹീറോ നമുക്ക് പറയാൻ സാധിക്കും. ഇതിനകത്തിലെ ഹീറോ അല്ലെങ്കിൽ ഈ ഗെയിമിലെ ഹീറോ നമുക്ക് തരുന്ന ഒരു എക്സ്പോഷർ, ഗെയിമിംഗ് എക്സ്പോഷർ എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു ഗെയിമാണ്, നിങ്ങൾ തീർച്ചയായിട്ടും കളിച്ചു നോക്കുക. 40 MB എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ എന്താണ് പറയുന്നത് ഒരു വീഡിയോ ഫയലിൻ്റെ സൈസ് പോലും വരില്ല. ആ ഒരു സൈസിൽ നിങ്ങൾക്ക് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഈ ഒരു ഗെയിമിൽ തരാൻ സാധിക്കും. തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിനെ പറ്റിയിട്ട് പരിചയപ്പെടാം. നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത്തെ അവസാനത്തെയും ഗെയിമിൻ്റെ പേരാണ് സ്വാർഡിംഗോ. 49 MB ആണ് ഈ ഒരു ഗെയിമിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും.
ഇതൊരു 2D ഗെയിമാണ്. വളരെ ഒരാൾ സ്വോർഡ് കൊണ്ട് പല ഒബ്സ്റ്റക്കിൾസ് കവർ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു അടിപൊളി ഗെയിമാണ്. നല്ലൊരു ഗ്രാഫിക്സ് ആണ്. 2D ആണെങ്കിൽ പോലും ഈ ഒരു ഗെയിം ഉണ്ടാക്കി ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിലൂടെ കിട്ടും. നിങ്ങളുടെ മൊബൈലിൽ നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു ഗെയിം കളിച്ചുണ്ടാക്കാനായിട്ട് സാധിക്കും. വളരെ ടൈം പാസ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. പല ലെവലുകൾ ഈ ഒരു ഗെയിമിലുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും ഈ ഗെയിമിനെ കുറിച്ച് പറയാനില്ല. നിങ്ങൾ കളിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഗെയിമിനെ പറ്റിയിട്ട് പറയാനായിട്ട്. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തിയ 5 ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏത് ഗെയിമാണ് ഇഷ്ടപ്പെട്ടതെന്ന് നമ്മളുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈക്ക് തന്ന്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 50 ലൈക്കാണ്. അപ്പോൾ 35,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാൾ 50 ലൈക്ക് വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 ലൈക്ക് പോലും നമ്മളുടെ വീഡിയോയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ 50 ലൈക്കാണ്. 50 ലൈക്ക് നിങ്ങൾ തീർച്ചയായിട്ടും തരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. ഇത്രയും നിങ്ങളുടെ വിലയേറിയ സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.